ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് പോകണ്ട തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിതാ കറ്റാർവാഴ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ കറ്റാർവാഴ ഞാൻ എടുക്കാൻ നിന്നപ്പോൾ ഉമ്മ പറയുന്നത് ഞാൻ എടുത്തുതരാം, ഇത് അതിൻ്റെ ചെറിയ ഇലക്കെ എടുക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഉമ്മയാണ് എടുത്തു തരുന്നത്. അപ്പോൾ നല്ല വണ്ണുള്ള ഇല നോക്കിയിട്ടാണ് കറ്റാർവാഴൻ്റെ ഇത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്മേൽ മഞ്ഞ കറ ഇങ്ങനെ ഇട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ കറ മുഴുവനായി ചുറ്റിപ്പോയതിൻ്റെ ശേഷം ഇട്ടാൽ പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ കറ്റാർവാഴയിൽ പിന്നെ ചീഞ്ഞ ഒരു കറ്റാർവാഴൻ്റെ ഇലക്കെ ഉണ്ട്. അപ്പോൾ അത് ഉമ്മ അതിൻ്റെ ചോട്ടിൽ തന്നെ അങ്ങനെ കഷ്ണമാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിമത്തെ കറ ഇങ്ങനെ ഇറ്റിപ്പോകുന്നുണ്ട്. പിന്നെ കുറച്ച് പലയിറ്റം മുളകും തൈകളും അങ്ങനെയൊക്കെ ഉമ്മ ഇങ്ങനെ ചാക്കിലാക്കി കുഴിച്ചിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ട്. പല മുളകുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുള്ളൂ. പിന്നെ കറ്റാർവാഴ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇവിടെ നിന്ന് ഇതേപോലെ 1-2 പ്രാവശ്യമൊക്കെ കൊണ്ടുപോയി ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെ പിടിച്ച് വരുന്നുള്ളൂ അവൻ്റെ ഇവിടെ. പിന്നെ ഇതാ പുതിനൻ്റെ ഇലയുണ്ട് കേട്ടോ, ഒരു ചട്ടിയിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു റോസ് കൊമ്പും കൊടുന്ന് കുത്തിയിട്ട് അപ്പോൾ അതും പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പുതിനൻ്റെ ഇല നല്ല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ ഞാനൊരു കഷ്ണം ഒരു പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറ്റാർവാഴൻ്റെ അത് ഇതാ 3 കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ മഞ്ഞ കറ പോകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് കൊടുത്തതാണ്. അതങ്ങനെ അവിടെ നിന്ന് ഇറ്റിപ്പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പം പിന്നെ അതിലേക്ക് വേറെ ഉള്ളത് ചെമ്പരത്തിൻ്റെ ഇല, മൈലാഞ്ചിൻ്റെ ഇല. അപ്പോൾ അത് ഞാൻ മേലെ 2 ദിവസം മുന്നേ തന്നെ വെയിലത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ മൈലാഞ്ചിൻ്റെ ഇല പോയി നോക്കിയപ്പോൾ മൈലാഞ്ചിൻ്റെ ഇല കുറച്ചുള്ളൂ, പകുതി മുക്കാലും കാറ്റിന് പാറിപ്പോയിക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ ഉണങ്ങിയിരിക്കണം. അപ്പോൾ ആ കുറച്ച് മൈലാഞ്ചിൻ്റെ ഇലയും ചെമ്പരത്തിൻ്റെ ഇലയും കൂടെ ഞാൻ മിക്സിയിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം മൈലാഞ്ചിൻ്റെ ഇല കുറച്ചായതുകൊണ്ട് അപ്പോൾ ഞാൻ ബാക്കി പച്ച മൈലാഞ്ചിൻ്റെ ഇല അരക്കണം കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ പിന്നെ മൈലാഞ്ചിൻ്റെ ഇലക്ക് ക്ഷാമമൊന്നുമില്ല, നല്ല മൈലാഞ്ചിൻ്റെ ഇല ഉണ്ട്. അപ്പോൾ ബാക്കി ഞാൻ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കുറച്ചുള്ള ചെമ്പരത്തിൻ്റെ ഇലയും മൈലാഞ്ചിൻ്റെ ഇലയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മൈലാഞ്ചിൻ്റെ ഇല ഊരി എടുക്കാം കേട്ടോ കുറച്ച്. അപ്പോൾ ഞാനിതാ മൈലാഞ്ചിൻ്റെ ഇല ഊരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ട്. പിന്നെ വലിയ മരമാണ്, മേലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മൈലാഞ്ചിൻ്റെ ഇല ഊരാൻ കുറച്ച് പണിയാണ്. പിന്നെ ആ മരത്തിന്മേലാണെങ്കിൽ ചില മൈലാഞ്ചിൻ്റെ മരത്തിന്മേൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുള്ളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിന്മേൽ അതേപോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന്മേൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും ഒക്കെ അങ്ങനെ ചുറ്റിയിട്ട് അതിന്മേന്നൊക്കെ ഊരിയെടുക്കാനൊക്കെ പണിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ തറവാട് വീട്. അപ്പോൾ ഞങ്ങളെ വീട് ഇവിടെ 3 വീട് അടുത്തടുത്തുണ്ട്. 2 ആപ്പാര വീടും ഞങ്ങളെ വീട് നടുവിലായിട്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ വീട് ഇപ്പോൾ മേലൊക്കെ ഉണ്ടാക്കണം, മുഴുവനായിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 3 വീടും ഇങ്ങനെ അടുത്താണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചിൻ്റെ ഇലയിൽ നിറയെ കായൊക്കെ ഉണ്ട്, വലിയ മരമാണ്. 2 മരമുണ്ട് അടുത്തായിട്ട്. അപ്പോൾ രണ്ടുമേലും നല്ല ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും അതും ഇതൊക്കെ ചുറ്റിയിട്ട് ഊരാനും ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പോൾ അതാ വീട് പണീൻ്റെ മേലേക്കുള്ള പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് മൈലാഞ്ചിലൊക്കെ ഊരി ഇനിയിപ്പോൾ ഇതാ ബാക്കി. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതാണ് കേട്ടോ, വേപ്പിൻ്റെ ഇല കേട്ടോ. അപ്പോൾ ഈ എണ്ണ കാച്ചുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കാണേണ്ട ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ടോ. അപ്പോൾ നല്ല അടിപൊളിയുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മയും മാമാരൊക്കെ ആയിട്ട് കുറേ കാലങ്ങളായിട്ട് ഈ ഒരു എണ്ണ തന്നെയുണ്ട് അവരൊക്കെ തേക്കൽ. ഇതേപോലെ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ എല്ലാ ഇലകളും കൂടെ അവർ ഉണക്കലുണ്ട്. അങ്ങനെ ഉണക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ ഞാൻ മൈലാഞ്ചിൻ്റെ ഇല കുറച്ചൊക്കെ പാറിപ്പോയതുകൊണ്ട് പച്ച ഊരിയതാണ്. പിന്നെ വേപ്പിൻ്റെ ഇല എനിക്ക് ഉണക്കാൻ ടൈം ഇട്ടിട്ടില്ല. അപ്പോൾ അതും ഞാൻ പച്ചയുണ്ട് അരക്കണത്. അപ്പം ഇനിയിപ്പം കറ്റാർവാഴൻ്റെ ജെല്ല് നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് വരണ്ടെടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കറ്റാർവാഴൻ്റെ ആ മഞ്ഞക്കറൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അത് ഒന്ന് നടു കീറിയിട്ട് സ്പൂൺ കൊണ്ടാണ് കേട്ടോ അതിൻ്റെ അത് ഞാനിങ്ങനെ വരണ്ടെടുക്കണത് ജെല്ല്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ മദ്രസ ഒരാഴ്ച ലീവായതുകൊണ്ട് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഗ്യാപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ജെല്ല് സ്പൂണായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് മിക്സിയിൽ ഒന്നിങ്ങോട്ട് ഇതാക്കിയെടുക്കണത്, അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ജെല്ല് നല്ല സ്പൂൺ കൊണ്ട് നല്ല ഇതിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊന്നും പെടാൻ പാടില്ല കേട്ടോ. നമ്മൾ അരക്കുമ്പോൾ ജെല്ല് മാത്രം ഇങ്ങനെ എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. അതേപോലെ വേപ്പിൻ്റെ ഇലയും അരക്കാണ്ട്, പിന്നെ ചെമ്പരത്തിൻ്റെ മൈലാഞ്ചിലും പിന്നെ പൊടിച്ച് വെച്ചിരിക്കണം. ബാക്കി മൈലാഞ്ചിൻ്റെ ഇല അരക്കാണ്ട്. അപ്പോൾ ആ ജെല്ല് ഇനി നമുക്ക് മുഴുവനായിട്ട് എടുത്തിക്കണം. ഇപ്പോൾ ഈ ജെല്ലൊന്ന് അരച്ചെടുക്കണം. അപ്പം ഇനി അരച്ചതിൻ്റെ ശേഷം നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ജാറിലിട്ടിട്ട് തന്നെ മൈലാഞ്ചിൻ്റെ ഇല അരക്കണുണ്ട്.
പിന്നെ വേപ്പിൻ്റെ ഇല അരക്കണം. അപ്പോൾ എണ്ണ കാച്ചണ മുന്നേ ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് റെഡിയാക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ മൈലാഞ്ചി എല്ലാം ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല അങ്ങോട്ട് അരയണമെന്നൊന്നുമില്ല. നമ്മൾ എണ്ണയിലിട്ട് കാച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുമല്ലോ. അപ്പോൾ പിന്നെ നല്ല അങ്ങോട്ട് അരയണമെന്നൊന്നുമില്ല. എന്നാലും കുറച്ചൊക്കെ ഞാനിങ്ങനെ അരച്ചെടുക്കണം. അപ്പോൾ ഇതേ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എണ്ണ തേക്കണത് നല്ലതാണ് കേട്ടോ. തലക്ക് താരം പോകാനും പിന്നെ നമ്മളെ മുടി കറുപ്പിനും പിന്നെ അതേപോലെ തലവേദന അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു എണ്ണ. അപ്പോൾ ഞാൻ ഒരു 500-ൻ്റെ ഒരു കുപ്പി വാങ്ങിയിട്ട് അതിലാണ് കേട്ടോ കാച്ചണം. എന്നിട്ട് പിന്നെ ബാക്കി എണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ കുറേ എണ്ണയിലിട്ടിട്ട് കാച്ചണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എണ്ണ നല്ലൊന്ന് തിളച്ച് ചൂടായി വന്നതിന് ശേഷം കറ്റാർവാഴൻ്റെ ജെല്ലുണ്ടല്ലോ അരച്ച് വെച്ചേ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എണ്ണ നല്ല ചൂടായതിന് ശേഷം കേട്ടോ അത് ഒഴിച്ച് കൊടുക്കൽ. എന്നിട്ട് പിന്നെ നല്ലൊന്ന് കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ ആ കറ്റാർവാഴൻ്റെ ജെല്ല് അടിയിൽ ഇതാകും. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ അരച്ച മൈലാഞ്ചിൻ്റെ ഇല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതൊന്ന് മൂത്ത് ഇതായി വരുമ്പോൾ പിന്നെ നമ്മൾ ഇത് വേപ്പിൻ്റെ ഇല അരച്ച് വെച്ചിട്ടുണ്ട്. ആ വേപ്പിൻ്റെ ഇലയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ഇലയും കൂടെ ഉണക്കി പൊടിച്ചതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ വേപ്പിൻ്റെ ഇല അരച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നിച്ചിട്ട് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി നല്ല ഇതിലിട്ട് ഇതൊക്കെ നല്ലൊന്ന് മൂത്ത് വരണം. എന്നിട്ട് പിന്നെ നമ്മൾ അതുവരെ നമ്മൾ ഇളക്കി അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇത് വേപ്പിൻ്റെ ഇലയും മൈലാഞ്ചിൻ്റെ ഇലയും കറ്റാർവാഴൻ്റെ ജെല്ലും ഇപ്പം അതിലുണ്ട്. അതൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം പിന്നെ ഇതൊന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ ചെമ്പരത്തിൻ്റെ ഇലയും കുറച്ച് മൈലാഞ്ചിൻ്റെ ഇലയും കൂടെ പൊടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉണ്ടാക്കാനിങ്ങനെ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഇലയും കൂടെ ഉണക്കി പൊടിച്ചതാകുമ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വേപ്പിൻ്റെ ഇലയും മൈലാഞ്ചിൻ്റെ കുറച്ച് പച്ച അരച്ചല്ലോ അതുകൊണ്ടാണ് കേട്ടോ. അതങ്ങനെ പച്ച അരച്ചതുകൊണ്ട് അത് കുറച്ചൊന്ന് മൂക്കണം. എന്നിട്ട് പിന്നെ പൊടിച്ചത് ചേർക്കാൻ പാടുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നല്ല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എണ്ണേൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി ഒരു കറുപ്പ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട സംഭവങ്ങളൊക്കെ ഇങ്ങനെ മൂത്ത് നമ്മളിങ്ങനെ കയ്യിൽ എടുത്തു നോക്കിയാൽ ഇങ്ങനെ മൊരിഞ്ഞ പോലെ അങ്ങനെ ആവണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എണ്ണ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഇതിലേക്ക് എത്ര എണ്ണ വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. അപ്പോൾ ബൈ.